ഹലോ ഗൈസ് ഞാനൊന്ന് ഷേവ് ചെയ്തേ എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. രാവിലെ 6 മണിയായിട്ട് നേരം വെളുത്തില്ല. സുന്ദരിക്ക് ഒരു ടാറ്റയും കൊടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെ ഒരു പന്ന ചായയും കുടിച്ച് നേരെ ട്രെയിൻ കയറി. പുഷ്പ 2 ആണെന്ന് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്തതാ പുഷ്പ 1 ആയി പോയി. പിന്നെ അത് കുറച്ച് നേരം കണ്ടതിന് ശേഷം നേരെ ട്രിവാൻഡ്രത്തെത്തി. ഇന്ന് മെയിനായിട്ട് നമ്മൾ ട്രിവാൻഡ്രം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കമ്പനിയുടെ മീറ്റിംഗ് ആണ്. ട്രിവാൻഡ്രത്ത് എപ്പോഴും മീറ്റിംഗ് വെച്ചാൽ ഈ ഹോട്ടലിൽ വെച്ച് തന്നെ എപ്പോഴും മീറ്റിംഗ് നടത്തുക. എന്നാൽ ഇവന്മാർക്ക് ഇതൊന്ന് മാറ്റി പിടിച്ചൂടെ? മെയിനായിട്ട് മീറ്റിങ്ങിന് വരുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണല്ലോ. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുക ഈ റെസ്റ്റോറൻറ്റിലെ മെനു ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ലെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സും കൂടെ കയറ്റി. രാവിലെ കുടിച്ച പന്ന ചായയുടെ എഫക്റ്റ് മാറ്റാൻ വേണ്ടി ഞാൻ ഒരു ചായ കുടിച്ചു. അപ്പോഴിതാ അവൻ്റെ ഒരു കേക്ക് അടിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മിൽക്ക് ഷേക്ക്, അത് നിർബന്ധമാണ്. മിൽക്ക് ഷേക്കിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണമല്ലോ, നല്ല അടിപൊളി മിൽക്ക് ഷേക്ക് ആയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ടൈ മാസ്റ്റർ. മലയാളത്തിൽ പറഞ്ഞാൽ ടൈ കെട്ടിക്കൊടുക്കുന്ന ആൾ. ദോഷം പറയല്ലോ, എനിക്കും ടൈ കെട്ടി തന്നു. അങ്ങനെ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആവശ്യത്തിനും അനാവശ്യത്തിനും കേൾക്കേണ്ടതെല്ലാം കേട്ടു. അതിൻ്റെ ദേഷ്യം മാറാൻ വേണ്ടി ഉച്ചയ്ക്ക് ഫുഡ് അടി ആരംഭിച്ചു. ചിക്കൻ സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നെച്ചോറും ചിക്കൻ കറിയും കഴിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇത് യൂട്യൂബിൽ ഇടാനാണോ എന്ന്. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇട്ടു. അതിനുശേഷം ഫുൾ ഓൺ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ മീറ്റിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഒരു നിഗമനത്തിലെത്തി. നടന്നതെല്ലാം നല്ലതിന്, ഇനി നടക്കാൻ പോകുന്നതെല്ലാം നല്ലതിന്. അങ്ങനെ പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ട്രെയിൻ കയറി. നേരെ വീട്ടിൽ വന്നപ്പോൾ രാത്രി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.